ഹലോ ഫ്രണ്ട്സ്, നമുക്ക് വേഗത്തിലൊരു ആപ്പിൾ അച്ചാർ ഉണ്ടാക്കിയാലോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. നമ്മൾ മാങ്ങ അച്ചാർ വെള്ളക്കിടുക എന്ന് പറയത്തില്ലേ, അതുപോലെ തന്നെയാണ്. ആ സെയിം രീതി തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആപ്പിൾ പഴുക്കുന്നതിന് മുന്നേ തന്നെ അത് പച്ച കളറിലിരിക്കുന്ന സമയത്ത്, നല്ല പുളിയുള്ള സമയത്ത്, ഞാൻ ഗ്രീൻ ആപ്പിൾ അല്ല പറയുന്നത് കേട്ടോ, അതും ഇടാം. ഞാൻ അല്ലാണ്ട് ഉള്ള ഒരു ആപ്പിളാണ് പറയുന്നത്. പഴുക്കുന്നതിന് മുന്നേ തന്നെ നമ്മളത് പച്ച കളറിലിരിക്കുമ്പം നീളത്തിൽ അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പൊക്കെ തിരുമ്മി നമ്മൾ ഒരു ദിവസം വെക്കുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ ഒരാഴ്ചയായി ഇത് ഫ്രിഡ്ജിനകത്തിരിക്കുന്നു. ഞാൻ ആ കാര്യം വിട്ടുപോയായിരുന്നു, അതുകൊണ്ടാണ്. പക്ഷെ നല്ല രസമാണ് അത് അങ്ങനെ തന്നെ കഴിക്കാൻ വേണ്ടിയും. അപ്പം നമ്മൾ അതിനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ എല്ലാം നീളത്തിലരിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെക്കുന്നു. അതിനുശേഷം സാധാരണ അച്ചാർ ഇടുന്ന പോലെ തന്നെ എണ്ണ ഒഴിച്ച് കടുകും ഉലുവയും കൂടെ പൊട്ടിച്ചിട്ട് അത് പൊട്ടി വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഇതിനകത്തേക്ക് ഇടുക. ഇട്ട് നന്നായിട്ട് വഴട്ടുക. ഒരു അത്യാവശ്യം നല്ലൊരു ബ്രൗൺ കളർ ആവുന്നോടം വരെ നമ്മൾ വഴട്ടിയെടുക്കണേ. അപ്പോൾ അങ്ങനെ വഴട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ പച്ച ആപ്പിളില്ലേ, അതും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കുക. കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കണേ. അപ്പോൾ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി അതിനകത്തേക്ക് കുറച്ച് ഉലുവ ഉണ്ടെങ്കിൽ ഉലുവാപ്പൊടിയും കൂടെ ചേർക്കണം. ഉലുവ ഉണ്ടെങ്കിലല്ല, ഉലുവ മസ്റ്റാണ്, ഉലുവാപ്പൊടി മസ്റ്റാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് പുളി കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ കുറച്ച് വിനാഗിരിയും കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു 2 മിനിറ്റ്, അതിൽ കൂടുതൽ അടച്ചു വെക്കേണ്ട. അത്രയൊന്നും അടച്ചു വരുമ്പോഴത്തേക്ക് അതൊന്ന് വാടി വരുവേ. അതിനുശേഷം അത് എടുക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അടുത്ത